അതുകൊണ്ട് തന്നെയാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 6 സ്ഥലങ്ങളിലെ സംസാരങ്ങളിൽ അവരുടെ അമലുകൾ 30 വർഷത്തെ നഷ്ടപ്പെട്ടു പോകുമെന്ന്. അൽ ഹദീസു ഫിൽ മസ്ജിദ് യുഹ്ബിതു അമല 30 സന. മസ്ജിദുകളിൽ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ അനാവശ്യമായ സംസാരം നടത്തിയാൽ 30 വർഷത്തെ അമലുകൾ അവന് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ അലിയാർ തങ്ങൾ പറയണമെങ്കിൽ വൽ ഹദീസു ഇൻദ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന സദസ്സിലുള്ള സംസാരം യുഹ്ബിതു അമല 30 സന, 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമത്രേ. അൽ ഹദീസു ഇൻദ മജ്ലിസിൽ ഇൽമ്, ഇൽമിന്റെ മജ്ലിസിലുള്ള അനാവശ്യ സംസാരമുണ്ടല്ലോ, യുഹ്ബിതു അമല 30 സന, 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമത്രേ. അൽ ഹദീസു ഇൻദൽ അദാൻ, ബാങ്ക് വിളിയുടെ സന്ദർഭത്തിൽ ബാങ്ക് വിളിക്കുമ്പോഴുള്ള സംസാരം. അൽ ഹദീസു ഇൻദൽ മയ്യത്ത്, മയ്യത്ത് വീട്ടിലുള്ള അനാവശ്യ സംസാരം. അൽ ഹദീസു ഇൻദൽ മഖാബിർ, മഖ്ബറകളിലുള്ള അനാവശ്യ സംസാരം. യുഹ്ബിതു അമല 30 സന, 30 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുമത്രേ. മജ്ലിസുൽ ഇൽമ്, ഖുർആനിന്റെ സദസ്സിൽ വന്നിരുന്ന് സംസാരിച്ചാൽ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ജിന്നുകൾ പോലും താക്കീത് ചെയ്തത്. ജിന്നുകൾ പോലും പറഞ്ഞത് എന്താ? വൈദ സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിൻ യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹളറൂ قالوا أنصتوا. പരിശുദ്ധ ഖുർആന്റെ സദസ്സിലെത്തിയപ്പോ ബാക്കിയുള്ളവർ പറഞ്ഞു, ഏയ് ശബ്ദമായിരിക്കണം, സൈലൻസ് പ്ലീസ്, സൈലൻസ് പ്ലീസ്, മിണ്ടരുത്. ജിന്നുകൾ പറയാ, നമുക്കൊന്ന് ഖുർആൻ നടക്കുന്നിടത്ത്, ഖുർആൻ പോകുന്നിടത്ത് അടിയും പിടിയും ബഹളമല്ലേ, എന്ത് വലിയ മഹത്വം ഖുർആനോട് സംസാരിക്കാനേ പാടില്ല. പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇത് അത്ഭുതമാണ് ഖുർആൻ, അത്ഭുതമാണെന്ന് ഖുർആൻ തന്നെ പറയുന്നു. അത്ഭുതമാണ് ഖുർആൻ. എന്താ അത്ഭുതം? നിങ്ങളൊക്കെ ഇനി ഭൗതികതയ്ക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണല്ലോ. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാം. 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭയങ്കരമായ സാഹിത്യകാരാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ പഠിക്കുന്നവരൊക്കെ. പിന്നെ ചരിത്രകാരന്മാരൊക്കെ, സാഹിത്യകാരൊക്കെ മരിച്ചുപോയാൽ അവരുടെയൊക്കെ ഒരു ഭാഗ്യമേ. മരിക്കുന്ന സമയത്ത് എത്ര വെടി പൊട്ടിച്ചിട്ടാണ് അവരുടെ മയ്യത്തടക്കുക, അല്ലേ? എത്ര വെടി ആകാശത്തേക്ക് പൊട്ടിക്കുന്നത്. ഔദ്യോഗിക ബഹുമതിയോടുകൂടിയൊക്കെ സാഹിത്യകാരെയൊക്കെ ഭയങ്കരമായ നിലയിൽ വെടിവെച്ചിട്ടായിരിക്കും അവരെ കൊണ്ടടക്കുക. പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങൾക്ക് വല്ല ബഹുമതി ഉണ്ടോ ലോകത്ത്? എന്നാൽ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥമല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ ഓരോരോ ഭാഗങ്ങളും ആയത്തുകളും നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് സാഹിത്യങ്ങൾ അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരായത്തിൽ ഒരു അക്ഷരം കൊണ്ട് തന്നെ ഒരു വാക്കിനെ 10 സ്ഥലത്ത് 10 പ്രാവശ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അക്ഷരത്തെ ഒരു കാര്യം പറയാൻ അല്ലാഹു ഉപയോഗിച്ചു. ഒരേ ഒരു അക്ഷരം തന്നെ, ഖാഫ്. ഖാഫ്. واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لا أقتلنك قال إنما يتقبل الله من المتقين. ചെറിയ ഒരു കാര്യം പറയാൻ അള്ളാഹുവിടെ ഉപയോഗിച്ചത് 10 അക്ഷരങ്ങൾ. ഖാഫ്, ഒരൊറ്റ അക്ഷരമായ അത് 10 സ്ഥലത്തായിട്ട് ഖാഫ്, ഒരു ചെറിയ അക്ഷരം. എല്ലാം ഖാഫ് ഖാഫ് ഖാഫ്. ഒരു സാഹിത്യരെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഒരു ചെറിയ ഒരു കാര്യം പറയാൻ വേണ്ടി ആയത്തും കാര്യങ്ങളും സംഭവം വിശദീകരിക്കല്ല, പെട്ടെന്ന് പറഞ്ഞു ഖുർആനിനെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തുന്നു. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളുടെ കൊലയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചർച്ച ചെയ്യാൻ. ഇവിടെ 10 ഖാഫ് കൊണ്ട് അല്ലാഹു തആല ഒരു കളി കളിച്ചു. 10 ഖാഫ്. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ 16 മീം ഉപയോഗിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചു.
قيل يا نوح اهبط بسلام منا وبركات عليك وعلى ممن معك سنمتعهم ثم يمسهم منا عذاب أليم. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 16 മീം അവിടെ ഉപയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ ആയത്തിലൂടെ 16 മീം എന്ന അക്ഷരം അല്ലാഹു അവിടെ ഉപയോഗിച്ചു.